നമസ്കാരം പ്രിയമുള്ളവരെ, അങ്ങനെ മറ്റൊരു വിഷുക്കാലം കൂടി വരവായി. നമ്മളുടെ സംസ്ഥാനത്തെ വിഷു പ്രമാണിച്ചുള്ള പെൻഷൻ വിതരണം സർക്കാർ നേരത്തെ തന്നെ നടത്തുകയും ചെയ്തിരുന്നു. മാർച്ച് മാസം 30, 31 തീയതികളിലാണ് ഏപ്രിൽ മാസം ലഭിക്കേണ്ട സഹായം കൂടി മുൻകൂറായിട്ട് സർക്കാർ അനുവദിച്ചത്. 4000 രൂപയോളം ആ സമയത്ത് നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പെൻഷൻ വിതരണം എന്നാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയിപ്പുണ്ട്. മെയ് മാസം 25 തീയതിയോടെയാണ് വിതരണം നടക്കുക. പുതിയ സർക്കാർ ആയിരിക്കും ഈ പെൻഷൻ തുക വിതരണം ചെയ്യുന്നത്. 63 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് നിലവിൽ ധനസഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയും അർഹതയുള്ളവർക്ക് അപേക്ഷകൾ വയ്ക്കുകയും ചെയ്യാം. ഓൺലൈൻ വഴി നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ഇനി അത് മാത്രമല്ല, ഒരുപാട് മാറ്റങ്ങളോടെയാണ് പെൻഷൻ വിതരണം നടക്കുക. അതായത് നിലവിൽ 2000 രൂപ വീതം ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ, വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ പോലുള്ള ഒട്ടനവധി സാമൂഹിക സുരക്ഷാ പെൻഷനുകളുണ്ട്. ഈ ആനുകൂല്യമെല്ലാം വാങ്ങുന്നവർക്ക് പ്രതിമാസം 3000 രൂപയിലേക്കാണ് പെൻഷൻ തുക എത്താൻ പോകുന്നത്. ഏറ്റവും കുറഞ്ഞ പെൻഷൻ തുകയായിരിക്കും 3000 എന്നുള്ളത്. ഭിന്നശേഷിക്കാർക്ക് 25% തുക അധികമായിട്ട് കൂടി നൽകണമെന്നുള്ള പ്രധാന തീരുമാനം ഉൾപ്പെടെ ചില മുന്നണികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അങ്ങനെയുള്ളവർക്ക്, അതായത് ഭിന്നശേഷി നേരിടുന്നവർക്ക് ധനസഹായം കൂടുതൽ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇതെല്ലാം തന്നെ പുതിയ സർക്കാർ അധികാരത്തിലേറുന്ന സമയം മുതൽ തന്നെ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രകടന പത്രികയിലൂടെയൊക്കെ എല്ലാ പാർട്ടികളും അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് അടിസ്ഥാന പെൻഷൻ 3000 രൂപ ഉറപ്പായി കഴിഞ്ഞു. ഇനി ഇത് മാത്രമല്ല, ഈ പെൻഷൻ തുകയിൽ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇനി പെൻഷൻ തുകയിൽ അടിക്കടി ഉണ്ടാകുന്ന വർധനവ് ഉണ്ടായിരിക്കുന്നതല്ല. സർക്കാർ പ്രഖ്യാപിക്കുന്നതനുസരിച്ച് 5 വർഷക്കാലത്തേക്ക് സ്ഥിരമായിട്ട് എല്ലാ മാസങ്ങളിലും മുടങ്ങാതെയുള്ള പെൻഷൻ, അത് പ്രതിമാസം 3000 രൂപ വീതമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇതിൽ പിന്നീട് പടിപടിയായി ഉയർത്തുന്ന കാര്യങ്ങളൊക്കെ ഓരോ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ തീരുമാനിക്കാം. പക്ഷേ എങ്കിൽ പോലും 3000 രൂപ എന്നൊരു പെൻഷൻ തുക അത് നാളുകളോളം തുടർന്നു പോരാനാണ് സാധ്യതയുള്ളത്. പെൻഷൻ പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കുന്ന, അതായത് ഈ 2000 രൂപ ഇപ്പോൾ ലഭിക്കുന്നവർക്കാണ് 3000 രൂപയിലേക്ക് സഹായം എത്തുക. എന്നാൽ ചില ക്ഷേമനിധി ബോർഡിലൊക്കെ ആണെങ്കിൽ അതിൽ ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. ഇനി നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ ചില ക്ഷേമനിധി ബോർഡുകളിൽ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉൾപ്പെടെയുള്ള ചില ബോർഡുകളിലൊക്കെ ആനുകൂല്യങ്ങൾ കുടിശ്ശികയായിട്ടുണ്ട്. അത് പരിപൂർണമായിട്ട് നൽകുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നുവെങ്കിലും അത് പൂർണ്ണമായിട്ട് നൽകുന്നതിന് സാധിച്ചിട്ടില്ല. എങ്കിലും ഈ അവസാന സമയത്ത് 5 ഗഡുക്കളോളം, അതായത് 8000 രൂപയോളം നമുക്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമായിരിക്കും കുടിശ്ശിക വിതരണം സംബന്ധിച്ചും അല്ലെങ്കിൽ പെൻഷൻ തുകയുടെ വർധനവൊക്കെ സംബന്ധിച്ചും തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇപ്പോൾ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് തന്നെ സ്വീകരിക്കുക. ഇനി ഇത് മാത്രമല്ല, പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 2026-27 സാമ്പത്തിക ബഡ്ജറ്റ് ഒന്നുകൂടി അവതരിപ്പിക്കും. നിലവിലുള്ള പല പ്രഖ്യാപനങ്ങളിലും മാറ്റങ്ങളോ അല്ലെങ്കിൽ അതിൽ കൂട്ടിച്ചേർക്കലുകളോ വന്നേക്കാം. ചിലപ്പോൾ ആ ഒരു കൂട്ടിച്ചേർക്കലുകളിൽ മറ്റ് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളും ഉണ്ടായേക്കാം. ഇനി ഇത് മാത്രമല്ല, നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളിൽ വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ഒരു ബഡ്ജറ്റിലൂടെ സർക്കാർ വീണ്ടും ഒന്നുകൂടി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഉടൻ പെൻഷൻ ഇല്ല എങ്കിൽ പോലും നമുക്ക് വലിയ ആനുകൂല്യങ്ങൾ വരും മാസങ്ങൾ മുതൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്നൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.